ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും PSC നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വീണ്ടും ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, മൂന്നാറിലെ ചിന്നക്കനാൽ ഭാഗത്ത് ഭീതി പടർത്തിയ അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ കേരള വനം വകുപ്പ് നടത്തിയ ദൗത്യത്തിൻ്റെ ഭാഗമായി പിടികൂടി ഏത് വനമേഖലയിലാണ് തുറന്നുവിട്ടത്? ആൻസർ പെരിയാർ കടുവാ സങ്കേതം. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2013-14 മുതൽ 2022-23 വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുക്തി നേടിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, അറബിക്കടലിൻ്റെ മുകളിൽ അടുത്തിടെ നടത്തിയ ഡെസേർട്ട് നൈറ്റ് എന്ന സംയുക്ത വ്യോമാഭ്യാസത്തിൽ ഇന്ത്യയ്ക്കൊപ്പം പങ്കാളികളായ രാജ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഫ്രാൻസ്, UAE. അടുത്ത ചോദ്യം, കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സുപ്രീം കോടതി നിയമിച്ച കമ്മീഷൻ ഏതാണ്? ആൻസർ ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റി. അടുത്ത ചോദ്യം, 2023-24 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ ആരാണ്? ആൻസർ മുംബൈ. അടുത്ത ചോദ്യം, ഇവരിൽ ഏത് നവോത്ഥാന നായകൻ്റെ 200ാം ജന്മവാർഷികമാണ് 2024 ആചരിക്കുന്നത്? ആൻസർ സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച പത്മഭൂഷൺ ജേതാവ് കനക് റേലെ ഏത് നൃത്തമേഖലയിലാണ് പ്രശസ്തനാകുന്നത്? ആൻസർ മോഹിനിയാട്ടം. അടുത്ത ചോദ്യം, 2023 ഡൽഹിയിൽ നടന്ന 8ാമത് റെയ്സിന ഡയലോഗിൽ മുഖ്യാതിഥിയായ ജോർജിയ മെലോനി ഏതു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്? ആൻസർ ഇറ്റലി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് സംസ്ഥാന നിയമസഭയിലേക്ക് 2023 നടന്ന തിരഞ്ഞെടുപ്പിലാണ് ചരിത്രത്തിൽ ആദ്യമായി വനിതകൾ നിയമസഭാംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ നാഗാലാൻഡ്. അടുത്ത ചോദ്യം, ഇവയിൽ ഏത് പദ്ധതിയാണ് 2023 സുവർണ ജൂബിലി ആഘോഷിക്കുന്നത്? പ്രോജക്റ്റ് ടൈഗർ, പ്രോജക്റ്റ് എലിഫൻറ്റ്, പ്രോജക്റ്റ് ആരോ, പ്രോജക്റ്റ് ബീക്കൺ. ആൻസർ പ്രോജക്റ്റ് ടൈഗർ. അടുത്ത ചോദ്യം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപിതമായത് എവിടെയാണ്? ആൻസർ ഗുവാഹത്തി. അടുത്ത ചോദ്യം, 2016 റിസർവ് ബാങ്ക് അവതരിപ്പിച്ച 2000 രൂപ നോട്ട് വിപണിയിൽ നിന്ന് പിൻവലിക്കുന്നതിനായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ആൻസർ 2023. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 22 ഔദ്യോഗിക ഭാഷകൾ എളുപ്പത്തിൽ പഠിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഭാഷാ സംഘം. അടുത്ത ചോദ്യം, എ വോക്ക് ആപ്പ് ദി ഹിൽ, ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ മാധവ് ഗാഡ്ഗിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ അണ്ടർ-20 ഫുട്ബോൾ ലോകകപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? 2023 ചാമ്പ്യൻഷിപ്പ് നടന്നത് അർജൻറ്റീനയിലാണ്. ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായത് അർജൻറ്റീനയാണ്. 2023 ചാമ്പ്യന്മാരായത് അർജൻറ്റീനയാണ്. 1979 അർജൻറ്റീന ആദ്യമായി ചാമ്പ്യന്മാരായത്. ആൻസർ 2023 ചാമ്പ്യന്മാരായത് അർജൻറ്റീനയാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച കർണാടകയിൽ നിന്നുള്ള കാരി ഇഷാദ് ഏതു കാർഷിക വിള ഇനമാണ്? ആൻസർ മാങ്ങ. അടുത്ത ചോദ്യം, പഞ്ചായത്ത് ഓഫീസിൽ വിവിധ സേവനങ്ങൾക്കെത്തുന്ന പൊതുജനങ്ങളെ സഹായിക്കാൻ ഹോസ്റ്റൽസ് എന്ന പേരിൽ വോളണ്ടിയർമാരെ നിയമിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്? ആൻസർ അമ്പലവയൽ. അടുത്ത ചോദ്യം, മലയാളിയായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ക്രിക്കറ്റ്. അടുത്ത ചോദ്യം, രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? ആൻസർ 34. അടുത്ത ചോദ്യം,
ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സുവ ഏതു രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? ആൻസർ ഫിജി. അടുത്ത ചോദ്യം, ഇവയിൽ ഏതിനെയാണ് ചെകുത്താൻ്റെ കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത്? ഉപ്പ് സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ് സംഭവം, 1857 മഹത്തായ കലാപം, ക്വിറ്റ് ഇന്ത്യ സമരം. ഇതിലെ ആൻസർ 1857 മഹത്തായ കലാപം. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ആൻസർ പണ്ഡിത രമാഭായ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതെല്ലാം? ആൻസർ 1930, 1931, 32. അടുത്ത ചോദ്യം, ഇവയിൽ ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കൽ. അടുത്ത ചോദ്യം, മജ്ജയും മാംസവുമുള്ള ഇത്തരമൊരു മനുഷ്യൻ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല. ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ആൻസർ ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്ത ചോദ്യം, കേൾക്കാനുള്ള അവകാശം നിയമമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ഇവയിൽ പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി ഏതാണ്? GVK റാവു കമ്മിറ്റി, LM സിംഗ്വി കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി. ആൻസർ ദിനേശ് ഗോസ്വാമി കമ്മിറ്റി. അടുത്ത ചോദ്യം, 3 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആൻസർ 3-ാം പദ്ധതി. അടുത്ത ചോദ്യം, സ്വതന്ത്രാനന്ത ഭാരതത്തിലെ ആദ്യ നെഹ്റു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരായിരുന്നു? ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്തെ വിഭജിച്ചാണ് 1960 ഗുജറാത്ത് സംസ്ഥാനം നിലവിൽ വന്നത്? ആൻസർ ബോംബെ. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന ഏതാണ്? ഡോൾഫിൻ നോസ്, റോസ് ഹിൽ എന്നീ മലകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന തുറമുഖമാണ് വിശാഖപട്ടണം. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈയാണ്. വേലിയേറ്റ തുറമുഖത്തിന് ഉദാഹരണമാണ് ഗുജറാത്തിലെ കാണ്ട്ല. ഇതിൽ ആൻസർ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. അടുത്ത ചോദ്യം, തെറ്റായ ജോഡി ഏതാണ്? ബിർസ മുണ്ട വിമാനത്താവളം റാഞ്ചി, ബിജു പട്നായക് വിമാനത്താവളം ഭുവനേശ്വർ, സ്വാമി വിവേകാനന്ദ വിമാനത്താവളം റായ്പൂർ, ജോളി ഗ്രാൻഡ് വിമാനത്താവളം ചെന്നൈ. ഇതിലെ തെറ്റായ ജോഡി ജോളി ഗ്രാൻഡ് വിമാനത്താവളം ചെന്നൈ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ആണവ വൈദ്യുത നിലയം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ഹിമാലയവുമായി അതിർത്തി പങ്കിടാത്ത രാജ്യം ഏത്? ആൻസർ മ്യാൻമാർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേയുടെ ഏത് സോണിൻ്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി? ആൻസർ നോർത്തേൺ. അടുത്ത ചോദ്യം, ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ആൻസർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അടുത്ത ചോദ്യം, നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്നത് ഇവയിൽ ഏതു റിട്ടാണ്? ആൻസർ പ്രൊഹിബിഷൻ. അടുത്ത ചോദ്യം, 1967 ഗോലക്നാഥ് കേസ് ഇവയിൽ ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന ബന്ധം, മൗലിക കടമകൾ, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ. ഇതിലെ ആൻസർ മൗലികാവകാശങ്ങൾ. അടുത്ത ചോദ്യം, ഇവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർമാരിൽ ഉൾപ്പെടാത്തത് ആരാണ്? വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, വിജിലൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ. ഇതിൽ ആൻസർ വിജിലൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ. അടുത്ത ചോദ്യം, പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ്? ആൻസർ ആർട്ടിക്കിൾ 19(1)(a).
നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്